അണ്ണനെ കാണാൻ വേണ്ടി 1.5 മണിക്കൂർ മുന്നേ ഇവിടെ ഹെലി എന്റെ ലാൻഡ് മനുഷ്യനാ ചത്തം തോന്നട്ടോ. അത് എന്റെ കയ്യിൽ കുറച്ച് കഞ്ചാവ് എടുത്തിട്ട് ആളങ്ങ് പോയി. ഇന്നെന്താ മഴ പെയ്യണേ? നല്ല കാര്യങ്ങൾ നടക്കാൻ മഴ പെയ്യും. നമുക്ക് എന്റെ അടുത്താണ് പണ്ട് ഈ സാബ്ഗുരെ ഒരു കാര്യമെന്ന് പറഞ്ഞായിരുന്നു. സിറ്റിയില് സാബ്ഗുരുവിനെ എല്ലാരും കുണ്ടൻ എന്ന് വിളിക്കുന്നത്. ഒരു ഏതെങ്കിലും പെണ്ണെ സെറ്റാക്കിട്ട് ഫേക്ക് കല്യാണം നടത്തി കൊടുക്കുമോ 150 കോടി തരാന്ന് പറഞ്ഞു. കോടികളേ ഉള്ളു. ഈ അണ്ണ ഈ 1000 കോടി നഷ്ടത്തിലാണെങ്കിൽ എസ്പം ഞാൻ വിളിക്കുവേ. അടിക്കുമല്ലോ ഞാൻ. ഇല്ലാണ് എസ്പം എന്റെ വിളിക്കാനാണ്. കുറച്ച് കാശ് അതിനോട് കൂട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് കാശ് ഞാൻ ഗ്യാങ് ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും തരത്തില്ലേ? ഇല്ലല്ല ഇത് ഞാൻ വിളിക്കണം. എന്റെ ഇമേജിന്റെ പ്രശ്നമായോണ്ട് ഒരു 200 കോടി വരെ വിളിക്കും. കാര്യം പറയട്ടെ, 250-300 കോടിക്ക് മുകളിലൊന്നും അത് വിളിക്കണത് നഷ്ടമാ. അതല്ലേ വിളിക്കില്ല. അതാണ് എന്തിനാണ് അടിച്ചത്? കോച്ചിനെ അടിച്ചാ പോലെ. അതിന് പുറമെ ആരെങ്കിലും വിളിച്ച് ഞാൻ ഐസായിട്ട് നമുക്ക് അവനങ്ങ് ചെയ്യാം. പോടാ, അതൊന്നും നടക്കണ കാര്യമല്ല. നീ വിളിച്ചോ ചന്ദ്ര? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അണ്ണ അങ്ങനെ ചെയ്യാൻ പറ്റും. അണ്ണ ആലോചിച്ച് നോക്ക്. ഓക്കെ, നീ ചെയ്തോ. നീ മണ്ടത്തരം കാണിക്കില്ലെന്നേ പറയത്തുള്ളൂ. ഇത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ 3 മാസം എന്തോ അല്ല, ഇതിപ്പോ എത്ര നാളെ 2 മാസം എന്തോ നമ്മൾ ഓർത്ത്. ഇത് അന്ന് ഞാൻ നടന്ന കാര്യം പറയട്ടെ. അന്ന് ഒരുത്ത വന്ന് കൺഫസ് ചെയ്തായിരുന്നു. അണ്ണാലെ പറഞ്ഞു അപ്പർ സൈഡ് അറിയാതെ സംസാരിക്കില്ല. ഞാൻ 2 സൈഡ് പറഞ്ഞു. അമ്മ ഒരുത്തന്റെ കയ്യിൽ ഇവിടെ ഒരാളുടെ കയ്യിലാണ് വിളിക്കേണ്ട കാശ്. അതായത് കാശ് തരണ സമയത്ത് എല്ലാ കാശും ഒരാളുടെ വേണം. അവര് 3 പാർട്ണേഴ്സ് 3 സ്ഥലത്ത് ഇരുന്ന് 500 കോടി എന്റെ ഉണ്ട്, 500 കോടി നിന്റെ ഉണ്ട്, 500 കോടി എന്റെ ഉണ്ട് എന്ന വിളി ഇങ്ങനെയൊക്കെ വിളിച്ചത്. ഞങ്ങൾ നമ്മുടെ കയ്യിൽ കാശുണ്ടായിരുന്നു അത്രയും. അല്ലല്ല, അത് വിട്. ഞാൻ പറയണ അതല്ല. ഈ സംഭവം നമ്മൾ അന്ന് മറ്റേ ഗൺ ഷോപ്പ് ഒക്കെ മേടിച്ചതുപോലെ കുറച്ച് നാൾ നമ്മളെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇത് നിനക്കിപ്പോ 1000 കോടിക്കോ 1500 കോടിക്കോ കീപ്പ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലളിയാ. ഞാൻ പറയണം അതിനെ പറ്റിയല്ല. ഇതിപ്പം നമ്മൾ ഇത്രയും 1000 കോടി ഗ്രൈൻഡ് ചെയ്തിട്ട് 1 മാസം 2 മാസം 1.5 മാസം കഴിയുമ്പോൾ വീണ്ടും ഇത് ഓപ്ഷന് പോകാനാണ്. ഇത് എങ്ങനെ റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും? സിമ്പിൾ കാര്യമാണ്. നമ്മൾ അപ്പന്മാരല്ലേ വിളിച്ചത്? നമ്മൾ ആരെങ്കിലും കൂട്ടി വിളിച്ചായിരുന്ന? നമ്മൾ വിളിക്കുന്ന സാധനം അമ്മമാർക്ക് വേണമെന്ന് വാശി പിടിക്കുന്നത് അഹങ്കാരം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഗൺ ഷോപ്പ് ഉണ്ടോ ഇവിടെ ഓപ്ഷന്? അതൊക്കെ എനിക്കറിഞ്ഞൂടാ. ഗൺ ഷോപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ 2500 അല്ല, നിനക്ക് ഞാൻ 10,000 കോടി രൂപ ഞാൻ തരാം. ആ ഗൺ ഷോപ്പ് എനിക്ക് പിടിച്ച് തീർത്ത് തരണം. ഗൺ ഷോപ്പ് ഓപ്ഷൻ വെക്കുവാണെങ്കിൽ അതെന്റെ ഉണ്ട്, ആദ്യം തന്നോളാം. കോച്ച് എന്താ പറയാമെന്ന് പറഞ്ഞേ? സോ മിസ്റ്റർ ജെയിൻ வந்துட்டு எனக்கு கால் செய்து. ஓகே, புள்ளி வந்துட்டு உங்ககிட்ட தனியா சம்சாரிக்கணும், உங்களோட கேங்க பத்தி ஒன்னு இன்ஃபார்ம் பண்ணணும். இது யாருக்கும் அறியாத இருக்கணும். கோ லீடரும் இருந்தா ஓகே. அவரை விழிச்சிட்டு இவட வர சொல்லி நம்ம 3 பேர் சம்சாரிக்கலாம். ஓகே, அது എന്താன்னு எனக்கு அறியல. பட் ஆனா ஏதோ ஒரு டாபிக் போயிட்டு இருக்கு அப்படின்னு പറഞ്ഞു. അത് മിസ്റ്റർ എക്സ്ലെ എന്റെ ഫ്രണ്ട്. ഇന്ന് വേണ്ട കോച്ച്, ഇന്ന് വേണ്ട. ഓക്കെ, കോച്ചിന്റെ ഫ്രണ്ടാ? അമ്പാടാ, കോച്ച് മണ്ടനാണോടാ. പറടാ. അണ്ണ ബിസി ആണെങ്കിലേ സംസാരിക്കട്ടെ. ആരോട്? സൈനിന്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. നീ എന്ത് സംസാരിക്കാൻ? അല്ല, ഗ്യാങ്ങിനെ പറ്റിയുള്ള അർജന്റ് അങ്ങനെ അത്രയ്ക്ക് ഇതൊന്നും എടുക്കണ്ട, നീ പ്രഷർ എടുക്കണ്ട കേട്ടാ. കോച്ചൊന്ന് വന്നേ. അത് ഗൺ മാറ്റർ അല്ല, വേറെ ഏതോ സ്പെഷ്യലാ പേസണമെന്ന് പറഞ്ഞു. அது வேற மேட்டர் இல்ல. அது இது வந்துட்டு கேங்குக்கு, நம்மளோட டிவியை கேங்குக்கு ஏதோ ப்ராப்ளம் அப்படின்னு ஏதோ அவர் പറഞ്ഞു. അതാ ഞാനും പറഞ്ഞാ ഭയങ്കര ആപത്താണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി. ഇല്ല, ഞാൻ സംസാരിച്ചോളാം. ഇത് മിക്കവാറും ഗണ്ണ് പോയ കേസായിരിക്കും. ആപത്തെന്ന് അന്ന് എങ്ങോട്ടായി പോകുന്നേ? രക്ഷകനാവണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം. ഇത് മനസ്സിലായോ? അർജന്റ് കേസ്? ഇല്ല, അർജന്റല്ല. என்கிட்ட ஒரு 250 crores இருக்கு. வேணும்னா நான் அதுவும் தரேன். கிரைண்ட் பண்ண இந்த ஹனி மணி, ஹனியோட இதெல்லாம், ஹனி கிரைண்ட் செய்த மணி இருக்கு. வேணும்னா தரேன். സമയം പോലെ എനിക്ക് എടുത്തു തന്നാ മതി കേട്ടാ. ഓക്കെ.
ഇതെന്താണ് ഞാൻ എന്താ പിന്നെ എല്ലാ പൈസയും നിനക്ക് കൊണ്ടുതരാടാ കള്ളാൻ. ഓ നിനക്ക് 50 കോടി നീ എന്താ മിണ്ടാ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ കള്ളം പറഞ്ഞ നീയാണ് എന്റെ അടുത്ത് നീ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. നീ ഇത്രയും കാര്യങ്ങൾ എന്റെ തലയിൽ കൂടി ഓടുന്ന തലേക്കൂടെ നിന്റെ രാജധാനി എക്സ്പ്രസ് ഓടുന്ന നിന്റെ തലേക്കൂടെ തലേക്കൂടെ ഓടുന്നു. എന്തിന് എന്തിന് വാസു എന്തിന് ദുഃഖിക്കുന്നത്? സിറ്റിയിലൊക്കെ നീ കുറച്ച് business ഒക്കെ ദിവസമായിട്ട് നീ എന്ത് തിളച്ചിളച്ച് നിക്കണല്ല, നീ കണ്ണാപ്പിയുടെ അടുത്തൊക്കെ ചൂടാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം. എന്താ നിനക്ക് എത്ര പ്രഷർ എന്താ നിനക്ക് ഇവിടെ? നിനക്ക് 3 നേരം തിന്നാൻ തരുന്നില്ലേ? എല്ലാം തരുന്നില്ലേ? എല്ലാ കാര്യങ്ങളും നോക്കുന്നില്ലേ ഞാൻ? നിനക്ക് അച്ഛനില്ലാത്തൊരു കുറവ് ചെയ്തവരെ വരുത്തിയിട്ടുണ്ടോ? നമ്മളാ കുറവ് വരുത്തിയിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങൾക്ക് നിൽക്കുന്നതല്ലേ, പിന്നെ നിനക്ക് ഇത്ര പ്രഷർ എന്താ നിനക്ക്? നിന്റെ പെണ്ണുമ്പോൾ നോക്കണം, കുഞ്ഞിനെ നോക്കണം, ഞാൻ നോക്കിക്കോളാം. അണ്ണ പറഞ്ഞാണ് അണ്ണ അറിയാതെ കുറെ ബിസിനസ് ഇവിടെ ഓൺ ഗോയിങ് ആണ്. എന്ത് ബിസിനസ്? അതാ അണ്ണ ഇവിടെ ചിലപ്പോ ഒറ്റ അടിക്കായിരിക്കും ചില ബിസിനസ് ഒക്കെ പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇത്ര ബ്ലാക്കിന് ഇത്ര വൈറ്റ് ഒക്കെ ഒറ്റ അടിക്കായിരിക്കും ചിലപ്പോ പറഞ്ഞത്. അതായത് ചിലപ്പോ ഒരുത്തൊന്നും എന്റെ ഒരു 200 കോടി ബ്ലാക്ക് ഔട്ട് ഇത് എങ്ങനെയെങ്കിലും വൈറ്റ് ആണ് അർജന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന സ്പോട്ടിനെടുത്ത് കൊടുക്കാം. പക്ഷെ ഇത് കയ്യിൽ കാശില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. അതൊക്കെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം ഡീൽ ചെയ്യണ കേസൊക്കെയാണ് ഓക്കെ. പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അർജൻസിലൊക്കെ വരുമ്പോഴേ ഇത് മനസ്സിലായി. അത് എങ്ങനെയാണ് സിറ്റിയിലൊരിത് വെച്ചിട്ട് അന്നല്ലെങ്കിൽ ഈ കാശ് ഒരു ജോയിന്റ് അക്കൗണ്ട് ഇടാവോ? ഞാൻ അപ്പാണെന്ന് അറിയാൻ പറ്റുമല്ലോ ഞാൻ എത്ര എടുത്തത് എത്ര വെക്കുന്നുണ്ടെന്ന്. ഓ ഇടാ, ഇപ്പൊ തന്നെ അക്കൗണ്ട് തുടങ്ങാം. ജോയിന്റ് അക്കൗണ്ട് சரி சரி இதோ நான் இவன்ட்ட சொல்றேன். இப்ப ஃபர்ஸ்ட் சொல்றேன் இருங்க, நீங்க வந்துட்டு நேரடியா സംസാരിച്ചാ ബെറ്റർ ആണ്. കോച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം, ഞാൻ വീസിലുണ്ടാവും. കോച്ച് അങ്ങോട്ട് പോയേ കേട്ടാ? ஆமா 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 ஓகே 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 சரி 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 ஓகே ஓகே நான் சொல்றேன் தேங்க்யூ தேங்க்யூ தேங்க்யூ. நான் இப்ப கூப்பிடுறேன். ஓகே 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 ഹലോ അണ്ണാ പറയടാ. എന്തോണ്ട് നമ്മള് പറയാത്ത നമ്മള് മറ്റേ സ്പോട്ടിൽ പോയപ്പോണ്ടല്ലോ അവിടുത്തെ മറ്റേ പീറ്റർ യഥാർത്ഥം ചാടിപ്പോയി. ஆமாண்டா பீட்டரும் அந்த புள்ளியும் ஒரு 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 பண்ணி பண்ணாட உன்கிட்ட സംസാരിച്ചല്ല അവനെ തൂക്കിനാണ്. തട്ടിക്കൊണ്ടുപോയില്ലായിരുന്നോ? അവനെ നമ്മള് തൂക്കിയായിരുന്നു കേട്ടാ. മറ്റേ ബാഡായിട്ട് സംസാരിച്ചു അടുത്ത് ഇച്ചിരി കൊണ്ടിട്ടൊക്കെ അവനെ നമ്മള് തൂക്കിയണ്ണ. അവനെ ആ കൂവയ്ക്കകത്തോണ്ട് നമ്മൾ ഇട്ട് 2 എണ്ണവും ചാടിപ്പോയി അണ്ണ. ഞാൻ അപ്പഴേ പറഞ്ഞു കത്തിച്ചു വിടാന്ന്. പിന്നെ കോച്ചാ പറഞ്ഞ അണ്ണൻ വന്നിട്ട് കൂടി അണ്ണനെ കാണിച്ചിട്ടായിന്ന് ചാടിപ്പോയി. കോച്ച ഹണി ജോബ് ഇനി ചെയ്യണ്ട. അത് ഒരു 2-3 ഉണ്ടയില്ല പൊട്ടത്തെ അതുകൊണ്ടാ ഉണ്ടാ ലോയിൽ പോയി വിടുകല്. ചന്ദ്ര ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. പോണാ ഇറങ്ങണ അപ്പൊ കാശ് നാളെ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി തരാടാ. ചന്ദ്ര ഫ്ലാങ്കർ ആവുമ്പോ ഞാൻ KVP നാളെ പോയി കണ്ടോളാം. ഞാൻ നാളെ പോയി കണ്ടോളാം.